ആദത്തുകളും ഇബാദത്തും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ആവുക എന്നത് ഒരു മുഅ്മിനിൻ്റെ കർത്തവ്യമാണ്. ഇബാദത്ത് മാത്രമല്ല, ആദാത്തുകൾ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മാനുഷികമായി അവൻ അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലകളിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് പ്രത്യേകമായ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. അതെല്ലാം പൂർത്തീകരിച്ച് അവൻ്റെ എല്ലാ പദ്ധതികളും അള്ളാഹുവിൻ്റെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇഷ്ടത്തിന് ആകുമ്പോൾ അത് ശൈത്വാനിന് അവൻ്റെ സൈന്യങ്ങൾക്കും എപ്പോഴും എതിരായിരിക്കും. അള്ളാഹുവിന് വഴിപ്പെടുകയും അവന് കീഴ്പ്പെടുകയും ശൈത്വാനെ നിരസിക്കുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിജയം നമുക്ക് ലഭിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുന്നതിൽ, ദീനിൻ്റെ ചിട്ട അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ അത് ഭാഗികമായി ആയാൽ പോരാ, മറിച്ച് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ആ ദീൻ നമുക്ക് വരച്ചു കാണിച്ചു തന്ന ജീവിത രീതികൾ, അതെല്ലാറ്റിലും നിങ്ങൾ പൂർണ്ണമായി കടന്നു വരണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാഹ്യമായി നേട്ടങ്ങളും കാര്യങ്ങളും ഉള്ള വിഷയമാകുമ്പോൾ നല്ല ആവേശത്തോടെ അത് നമ്മൾ സ്വീകരിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുക. അതേസമയത്ത് നമുക്ക് പ്രതികൂലമായി ബാധിക്കും എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇംഗിതത്തിനും നമ്മുടെ ശാരീരിക ഇച്ഛക്കും അനുസൃതമാകാത്തതാണ് എന്ന് വരുമ്പോൾ അതിനോട് വിമുഖത കാണിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹു കൽപ്പിച്ചതിന് എതിരാണ്. അതിലേക്കാണ് പലപ്പോഴും മനുഷ്യൻ്റെ മൈൻഡ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശൈത്വാനിന് ആഗ്രഹം. ശൈത്വാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പല ആളുകളും ആ വിഷയത്തിൽ ശൈത്വാനിനെ സന്തോഷിപ്പിക്കുകയും അവൻ്റെ കസ്റ്റമറാവുകയും എല്ലാ നിഅമത്തുകളും ചെയ്തു തന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു ജല്ല ജലാലുഹു, പടച്ച റബ്ബ്, അവൻ്റെ അതൃപ്തി അതിന് പാത്രീഭൂതനാവുകയും ചെയ്യുന്ന വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ. അല്ലാഹു തആല പൂർണ്ണമായ നിലക്ക് അല്ലാഹു തആല പറഞ്ഞതുപോലെ സിൽമിൽ, ദീനുൽ ഇസ്ലാമിൽ, അതിൻ്റെ നിയമങ്ങളിൽ പൂർണ്ണമായി കടന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അതിന് വിഘാതമാകുന്നത് ശൈത്വാനാണ്. അതുകൊണ്ട് ഉടനെ തന്നെ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ,
ശൈത്താന്റെ കാൽപ്പാടുകൾ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ മിത്രമാണ് എന്ന നിലക്ക് വ്യാജം ആയി അവൻ ചമഞ്ഞു വരും. അതുകൊണ്ടാണ് പ്രത്യേകം അത് ഉണർത്തിയത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ അദുവ്വാണ് എന്ന് മാത്രമല്ല മുബീൻ, വളരെ വ്യക്തമായ ശത്രുവാണ്. നിങ്ങൾ ഒന്ന് കുറച്ച് ആലോചിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ബദ്ധവൈരിയായ ശൈത്താനെ നിങ്ങൾ പിന്തുടരരുത് എന്നുകൂടി ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യ രണ്ടാം വാള്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കിതാബു ആദാബിൽ അഖിൽ, തീറ്റയുടെ മര്യാദകൾ എന്നതിനെ സംബന്ധിച്ച് ആണ് പറയുന്നത്. റുബുഉൽ ആദാത്ത്, ആദത്തുകളെ വിവരിക്കുന്ന 4 പാർട്ടിൻ്റെ ഒന്നാമത്തെ കിതാബാണ് ഇത്. അഖില് എന്നത്, തീറ്റ എന്ന് പറയുന്നത് ഒരു അജണ്ടയല്ല, തിന്നുക എന്ന് പറയുന്ന ഒരു അജണ്ടയല്ല, മറിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ആരോഗ്യം വേണം. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ രോഗിയാകാതെ, രോഗത്തിന് അടിമപ്പെടാതെ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ അഖില് ആവശ്യമാണ്. പക്ഷെ ഇന്ന് എല്ലാ നിലയിലും ഡിസോർഡറായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് തീറ്റ എന്ന് പറയുന്നത്. ഭൗതികവും അഭൗതികവുമായി ആ തീറ്റയുടെ കാര്യം വളരെയധികം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മീയമായ നിലക്ക് ആ തീറ്റയുടെ വിഷയത്തിൽ എന്തൊക്കെയാണോ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത് അത് തീരെ പാലിക്കപ്പെടുന്നില്ല പലപ്പോഴും. അതുപോലെ ഭൗതികമായ രംഗത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും എനർജിയും അത് നിലനിൽക്കണം, അതിനെ പോറലേൽക്കരുത് എന്ന ഒരു നിർബന്ധം തിന്നുന്ന ആളുകൾക്ക്, തീറ്റക്കാർക്ക്, മനുഷ്യന്മാർക്ക് ഇന്ന് തീരെ ഇല്ലാതെ പോയിരിക്കുന്നു. ഒട്ടേറെ രോഗങ്ങൾ ഇന്ന് നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിലുള്ള തനിച്ച അശ്രദ്ധയാണ് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രോഗങ്ങളും അതുപോലെ മറ്റ് ശരീരത്തിൻ്റെ ക്ഷീണങ്ങളോ അതൊക്കെ അല്ലാഹു തആല കണക്കാക്കിയതല്ലേ, കണക്കാക്കി തന്നെയാണ്. പക്ഷേ അതിനെല്ലാം ചില അസ്ബാബുകൾ, കാരണങ്ങൾ ഉണ്ടാകും. രോഗത്തിൻ്റെ കാരണങ്ങൾ, അതിൽ നിന്ന് മാറി നിൽക്കുകയും അതിനെ സൂക്ഷിക്കുകയും ചെയ്യാൻ നമ്മളോട് കൽപ്പനയുണ്ട്. ധാരാളം വിഷയങ്ങൾ ആ കാര്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആദാബുകൾ, അതൊരു തീറ്റയല്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഫത്ഹുൽ മുഈനിലും കുറേ വിഷയങ്ങൾ തീറ്റയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമാണ്, ഫിഖ്ഹിൽപ്പെട്ട തന്നെയാണ് ഈ തീറ്റയുടെ ആദാബുകളും. فإن مقصد ذوي الألباب لقاء الله تعالى في دار الثواب. ഇമാം പറയാണ്,
ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷ്യം സവാബ് നൽകപ്പെടുന്ന യഥാർത്ഥ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖദ്ദസായ ദാത്ത് കാണുക എന്നതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ലിഖായിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വലാ തരീഖ ഇലൽ വുസൂലി ലിഖാഇല്ലാഹി ഇല്ലാ ബിൽ ഇൽമി വൽ അമൽ, ഇൽമു കൊണ്ടും അമൽ കൊണ്ടും അല്ലാതെ സാധ്യമല്ല. വലാ തുംകിനുൽ മുവാളബത്തു അലൈഹിമാ ഇല്ലാ ബിസലാമത്തിൽ ബദൻ, ഇൽമ് കരസ്ഥമാക്കാനും അമലുകൾ കൃത്യമായി ചെയ്യാനും ശരീരം അതിൻ്റെ ആരോഗ്യം രക്ഷപ്പെടൽ കൊണ്ടല്ലാതെ സാധ്യമല്ല. വലാ തസ്ബു സലാമത്തുൽ ബദനി ഇല്ലാ ബിൽ അത്ഇമത്തി വൽ അഖ്വാത്ത്, ആഹാരങ്ങൾ ഭക്ഷണ സാധനങ്ങൾ അത് ഉപയോഗിക്കൽ കൊണ്ടല്ലാതെ ശരീരത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. വത്തനാവുലു മിൻഹാ ബിഖദരിൽ ഹാജത്തി അലാ തഖർറുറിൽ ഔഖാത്ത്, ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചേ പറ്റൂ. ഫമിൻ ഹാദൽ വജ്ഹി ഖാല ബഅദു സലഫി സ്വാലിഹീൻ ഇന്നൽ അക്ല മിനദ്ദീൻ, ഇതുകൊണ്ടാണ് സ്വാലിഹീകൾപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ചിലർ പറഞ്ഞത് തീറ്റ എന്ന് പറയുന്നത് ദീനിൽപ്പെട്ടതാണ്, അത് വെറും ഒരു കളിയല്ല. വഅലൈഹി നബ്ബഹ റബ്ബുൽ ആലമീൻ ബിഖൗലിഹി വഹുവ അസ്ദഖുൽ ഖായിലീൻ, അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്. കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നിങ്ങൾ പരിശുദ്ധമായത് തിന്നണം. പരിശുദ്ധമായത് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ തിന്നുന്നത് പ്യൂർ ഹലാലായിരിക്കണം. ഇന്ന് ആ വിഷയത്തിൽ യാതൊരു നിർബന്ധമില്ല. സ്വാദുള്ളതെല്ലാം നല്ലതാണ് നമുക്കിന്ന് എന്നെ താഴെ പറഞ്ഞതുപോലെ വായിക്ക് രുചികളെല്ലാം നമുക്ക് നല്ലതെന്ന്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു ചോദിച്ചു തിരുനബിയോട് സല്ലല്ലാഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അൽ-അശറത്തുൽ മുബശ്ശിറിൽപ്പെട്ട മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ദുആർക്കുന്നുണ്ട് പക്ഷെ ഉത്തരം കിട്ടുന്നില്ല, എന്താ വേണ്ടേ? ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല, അതെന്താ അതിൻ്റെ കാരണം? കടന്നു വന്നാൽ ഭക്ഷണം ഉദരത്തിലെ ഒരു പിടിമതി സഅദേ നിഷിദ്ധം എങ്കിലെ 40 ദിനം അവനില്ല പ്രാർത്ഥനക്കുത്തരം, അതുകൊണ്ടൊഴിച്ചോ ഭക്ഷണം നീ ഇത്തരം. പിന്നീട് താൻ തിന്നാനിരുന്നാലെന്ന് നോക്കും ഹലാലോ അം ഹറാമോ എന്ന്. ഇത് താഴ്വൻ്റെ പാട്ടാണ്, സംഗതി ഹദീസാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, സഅദേ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഹറാമായ ഭക്ഷണം നിൻ്റെ വയറ്റിൽ കടന്നാൽ 40 ദിവസത്തോളം ദുആക്ക് ഇജാബത്ത് തടയപ്പെടും. അപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പിന്നെ എപ്പോൾ ഭക്ഷണം കഴിക്കാനിരുന്നാലും ശ്രദ്ധിക്കും, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കും. എങ്ങനെയൊക്കെയോ കുറേ സമ്പാദിക്കണമെന്നും കുറേ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണമെന്നും ആ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഒന്നും ആലോചിക്കാതെ താൽക്കാലികമായി വായക്ക് രുചിയുണ്ടാകുന്നതെല്ലാം വാങ്ങി അടിക്കുന്ന ഒരു വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് ഈ ഉമ്മത്തിൽപ്പെട്ട പലരും അധപ്പതിച്ചുപോയി.
വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഫമൻ യുഖ്ദിമു അലൽ അക്ലി യസ്തഈന ബിഹി അലൽ ഇൽമി വൽ അമൽ വയഖ്വാ ബിഹി അലത് തഖ്വാ ഫലാ യൻബഗി അൻ യത്റുക നഫ്സഹു മുഹ്മലൻ സുദാ. അപ്പോൾ ഒരാൾ ഇൽമും അമലും ഒക്കെ റെഡിയാകാൻ വേണ്ടി, തഖ്വയുടെ മേൽ സഹായകമാകാൻ വേണ്ടി ഒരാൾ തീറ്റയിലേക്ക് മുതിരുകയാണെങ്കിൽ ഫലാ യൻബഗി അൻ യത്റുക നഫ്സഹു മുഹ്മലൻ സുദാ, അവിടെ അവൻ്റെ നഫ്സിനെ ഇഷ്ടേനുസരണം വെറുതെ അങ്ങ് വിട്ടേക്കാൻ പറ്റില്ല. യസ്തർസിലു ബിൽ അക്ലി ഇസ്തിർസാലൽ ബഹായിമി ബിൽ മർആ. മൃഗങ്ങൾ, ആട്, മാട്, ഒട്ടകങ്ങളൊക്കെ അതുപോലത്തെ ജീവികൾ അതിൻ്റെ മേച്ചിൽ സ്ഥലത്ത് യഥേഷ്ടം ഒരു നിയന്ത്രണവുമില്ലാതെ അതിനെ അഴിച്ചു വിടുന്നത് പോലെ നമ്മുടെ ശരീരത്തെ അഴിച്ചു വിട്ടുകൂടാ. ഫഇന്നമാ ഹുവ ദരീഅത്തുൻ ഇലദ്ദീനി വവസീലത്തുൻ ഇലൈഹി യൻബഗി അൻ തദ്ഹറ അൻവാറുദ്ദീനി അലൈഹി. കാരണം ദീനാണെന്ന് പറഞ്ഞല്ലോ, ദീനിലേക്ക് വഴിവെക്കുന്ന ഒരു സംഗതി, അതിൻ്റെ വസീലയും അതിൻ്റെ മാർഗവുമായൊരു സംഗതി. യൻബഗി അൻ തദ്ഹറ അൻവാറുദ്ദീനി അലൈഹി, ദീനിൻ്റെ നൂറും പ്രകാശവും അതിൻ്റെ മേലും വീശേണ്ടതുണ്ട്. വഇന്നമാ അൻവാറുദ്ദീനി അദാബുഹു വസുനനുഹു അല്ലതീ യൽസമുൽ അബ്ദു ബിസിമാമിഹാ വയൽജിമുൽ മുത്തഖീ ബിലിജാമിഹാ. എന്താണ് ദീനിൻ്റെ നൂറ് എന്ന് പറയുന്നത്? അത് ഒരു മനുഷ്യൻ ആചരിക്കുന്ന അതിൻ്റെ ആദാബുകളാണ്, അതിൻ്റെ സുന്നത്തുകളാണ്. ഹത്താ യത്തസിന ബിമീസാനി ശർഇ സഹ്വത ത്വആമി ഫീ ഇഖ്ദാമിഹാ വ ഇഹ്ജാമിഹാ. ഭക്ഷണത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിലും ഭക്ഷണത്തിൽ നിന്ന് പിറകോട്ടടിക്കുന്നതിലും എല്ലാറ്റിലും ആ സഹ്വത്ത് ത്വആമിനെ അവൻ ദീനിൻ്റെ ത്രാസ് കൊണ്ട്, ദീനിൻ്റെ ആ തുലാസ് കൊണ്ട് തൂക്കിയിട്ട് വേണം. ഫയസീറു ബിസബബിഹാ മദ്ബഅത്തൽ വിസ്ർ വമജ്ലബത്തൻ ലിൽ അജ്ർ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവൻ്റെ തീറ്റയും അവൻ്റെ ആഹാരവുമൊക്കെ തെറ്റുകുറ്റങ്ങളെ തടുക്കുന്നതും പ്രതിഫലത്തെ അവനിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നതും ആകും. വൈങ്കാന ഫിഹാ ഉഫാഹ ലിൽ നഫ്സി, വിശപ്പടക്കുക, ദാഹം തീർക്കുക, അതിലൂടെ സായുജ്യമടയുക എന്ന നഫ്സിൻ്റെ ഹല്ല് ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവൻ ഒരുപാട് പ്രതിഫലങ്ങളെ വാരിക്കൂട്ടിയവനാകും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നർ റജുല ലയുജറു ഹത്താ ബിൽ ലുഖ്മതി യർഫഉഹാ ഇലാ ഫീഹി വ ഇലാ ഫിംറഅതിഹി. ഒരാൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകും. ഏതിലെല്ലാം പ്രതിഫലം നൽകും? എത്രത്തോളം പ്രതിഫലം അള്ളാഹു കൊടുക്കും? താൻ തൻ്റെ വായിലേക്ക് കൊണ്ടുപോയി ഇടുന്ന ഒരു ഭക്ഷണപ്പിടി എന്ന് മാത്രമല്ല, തൻ്റെ ഭാര്യയുടെ വായിലേക്ക് സ്നേഹപൂർവം അവളുടെ വായിലേക്ക് അവൻ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ഒരു ഭക്ഷണപ്പിടി, അതിലും അല്ലാഹു തആല പ്രതിഫലം നൽകും. ഉദാഹരണം പറയാണ്, വഇന്നമാ ദാലിക ഇദാ റഫഅഹാ ബിദ്ദീൻ, അത് ദീനിൻ്റെ ചിട്ടകളോടുകൂടെ ആകുമ്പോഴാണ്. അതിലൊരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കിതാബിൽ 4 അധ്യായങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ബാബ് ഫീമാ ലാ ബുദ്ദ ലിൽ ആകിലി മിൻ മുറാഅതിഹി വ ഇൻ ഫറദ ബിൽ അക്ലി. സ്വയം ഒറ്റക്ക് തിന്നുകയാണെങ്കിലും ഒരു തിന്നുന്നയാൾ, ഭക്ഷണം കഴിക്കുന്നയാൾ അനിവാര്യമായി പാലിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ ബാബ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ്. മൂന്നാമത്തെ ബാബ് ഫീമാ യഖ്തു തഖ്ദീമ തആമി ലൽ ഇഖ്വാനി സായിലിൻ, നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഗസ്റ്റുകൾ,
അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാലാമത്തത് ഫീമായ ഹുസുദ്ദഅവത വളിയാഖത വഅസ്ബാഹഹ, സദ്യകളും മറ്റൊക്കെ ഒരുക്കുന്നതിലുള്ള വിഷയങ്ങൾ. ഒന്നാമത്തെ ബാബ് ഫീമാ ലാ ബുദ്ദ ലിൽ മുൻഫരിദി മിൻഹു, ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്നയാൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് 3 കാര്യങ്ങളുണ്ട്, 3 പാർട്ടാണ്. ഒന്ന് ഖിസ്മുൻ ഖബലൽ അക്ലി, തിന്നുന്നതിൻ്റെ മുമ്പ് പാലിക്കേണ്ടതാണ്. ഖിസ്മുൻ മഅൽ അക്ലി, ഒന്ന് തിന്നുമ്പോൾ. ഖിസ്മുൻ ബഅദൽ ഫറാഗി മിൻഹു, മറ്റൊന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം. ഒന്നാമത്തെ സെക്ഷൻ തിന്നുന്നതിൻ്റെ മുമ്പ് അവൻ പാലിച്ചിരിക്കേണ്ട കാര്യമാണ്. അതെന്താണ്? അത് കുറേ സംഗതികളുണ്ട്. ഒന്നാമത്തത് മഹാൻ പറയുന്നു, അൻ യകൂന ത്വആമു ബഅദ കൗനിഹി ഹലാലൻ ഫീ നഫ്സിഹി ത്വയ്യിബൻ ഫീ ജിഹത്തി മക്സബിഹി മുവാഫിഖൻ ലിസ്സുന്നത്തി വൽ വറഇ. അവൻ കഴിക്കുന്ന ഭക്ഷണം അത് സ്വന്തത്തിൽ ഹലാലായിരിക്കണം എന്നതിന് പുറമെ അതേ അത് സമ്പാദിച്ചെടുത്ത മാർഗം അള്ളാഹുവിൻ്റെ ദീൻ അനുകൂലിക്കുന്നതാകണം എന്നതിൻ്റെ പുറമെ മുവാഫിഖൻ ലിസ്സുന്നത്തി വൽ വറഇ, സുന്നത്തിനോടും വറഇനോടും സൂക്ഷ്മതയോടും അത് യോജിക്കുന്നതാകണം. വലം യുക്തസബ് ബിസബബിൻ മക്രൂഹിൻ ബിശ്ശറഇ വലാ ബിഹുക്മി ഹവൻ വമുദാഹനത്തിൻ ബിദീൻ, ഒരു കറാഹത്തായ മാർഗത്തിലൂടെ പോലും സമ്പാദിച്ചതാകരുത് എന്നാണ്. വളരെ അധികം പ്രയാസമുള്ള, പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. ഇന്ന് തനി ഹറാമ് കഴിക്കാതിരുന്നാൽ അൽഹംദുലില്ലാ ഖൈർ. അതേ സമയത്ത് ഹലാലും ഹറാമും കലർന്ന സുബ്ഹത്തുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമുള്ള ഒരു കാലം. അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ കാണുന്ന വല്ലാതെ വർദ്ധിച്ചു വരുന്ന അധാർമികതകളും നമ്മുടെ മക്കളിൽ നിന്ന് പലരിൽ നിന്നും ഉണ്ടായിത്തീരുന്ന രക്ഷിതാക്കളെയും കുടുംബങ്ങളെയും നാട്ടിലെ കാരണവന്മാരെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്ന നിലക്കുള്ള വളരെ മോശമായ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കുട്ടികളെയും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ പരമാവധി ഒരു ശ്രദ്ധ നമുക്ക് വേണം. ഇതെങ്ങനെയാണ്, ഇതെവിടുന്നാണ്, ഇതിൻ്റെ സ്രോതസ് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചന ഇല്ലാതെ നമ്മളൊരിക്കലും ഭക്ഷണം കഴിക്കരുത്. ഫഖദ് അമറല്ലാഹു തആല ബിഅക്ലി ത്വയ്യിബി, അല്ലാഹു തആല ത്വയ്യിബ് ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ത്വയ്യിബ് എന്ന ഹലാൽ എന്ന് മാത്രമല്ല, വഖദ്ദമൻ നഹിയ അനിൽ അക്ലി ബിൽ ബാത്തിലി അലൽ ഖത്ലി, ഉണ്ടോ, കൊലപാതകം നടത്തരുത് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊരിക്കലും ബാത്തിലായ അനധികൃതമായ അനൗദ്യോഗികമായ നിലയിൽ വന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന നഹി, വിരോധം അള്ളാഹു മുന്തിച്ചു. എന്താണ് അങ്ങനെ ഒരു തർത്തീബ് സ്വീകരിച്ചത്? തഫ്ഖീമൻ ലിഅംരിൽ ഹറാമി വതഅദീമൻ ലിബറകത്തിൽ ഹലാൽ, ഹറാമിൻ്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയും ഹലാലിൻ്റെ ബറക്കത്തും പുണ്യവും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ്. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും വലാ തഖ്തുലൂ അൻഫുസകും. സൂറത്തുൻ നിസായിലാണ് ഓർമ്മ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ ഉപജിക്കരുത്, തിന്നരുത്. ബൈനക്കും നിങ്ങൾക്കിടയിൽ ബിൽ ബാത്തിൽ, അനധികൃതമായി ഹലാലല്ലാത്ത മാർഗത്തിലൂടെ നിങ്ങൾ ഒരിക്കലും ആഹരിക്കരുത്. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും,
പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവടം പോലെയുള്ള മാർഗത്തിലൂടെ വന്ന ഹലാലല്ലാതെ നിങ്ങൾ ഭക്ഷിക്കരുത്. എന്നിട്ടാണ് വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളൊരിക്കലും ആരെയും കൊല്ലരുത്, കൊലപാതകം നടത്തരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞത് കൊലപാതകം ഒരു നിസ്സാരായ സംഗതിയായ കൊണ്ടല്ല, ഹറാമ് തിന്നുന്നതിൻ്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയും ഹലാല് കഴിക്കുന്നതിൻ്റെ അതിനെ തുടർന്നുണ്ടാകുന്ന നേട്ടങ്ങളും ഭൗതികമായും അഭൗതികമായും ആത്മീയമായും ശാരീരികമായും അതിലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ശൈലി സ്വീകരിച്ചത് എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ലാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും വലാ തഖ്തുലൂ അൻഫുസകും എന്ന്. അത്താനി രണ്ടാമത്തെ അദബ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ അദബ് ഗുസ്ലുൽ യദി, കൈ കഴുകലാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേറെ തന്നെ കൈ കഴുകൽ നേരത്തെ ഉതുവെടുത്തതാണ്, മുൻകൈ 3 പ്രാവശ്യം കഴുകിയതാണ്. ഇപ്പം ഞാൻ നിസ്കാരപ്പാടത്തുനിന്ന് എണീറ്റ് വരുന്നതാണ് എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പ് കൈ കഴുകൽ സുന്നത്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട അദബാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വുളൂഉ ഖബല ത്വആമി യൻഫിൽ ഫഖറ വബഅദഹു യൻഫിൽ ലമമ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് കൈ കഴുകൽ യൻഫിൽ ഫഖറ, അത് ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും. വബഅദഹു യൻഫിൽ ലമമ, ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം കൈ കഴുകൽ അത് ഭ്രാന്ത് പോലെയുള്ള രോഗത്തെ ഇല്ലായ്മ ചെയ്യും. സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു പദ്യത്തിൻ്റെ കിതാബുണ്ട്. അതിലൊരുപാട് അദബുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ കാരണവന്മാർ, നമ്മുടെ മുൻ തലമുറക്കാരായ ഉപ്പാപ്പമാരൊക്കെ പറയുന്ന ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളൊക്കെ ഏറെക്കുറെ അതിൽ പറയുന്നുണ്ട് ആ കിതാബിൽ. പഴയ മനുഷ്യന്മാരുടെ വാക്കുകൾ അതൊന്നും നമ്മൾ വെറുതെ തള്ളരുത്. ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞോന്നറിയില്ല, നട്ടുച്ചക്ക് കുളിക്കരുതെന്ന് എപ്പോഴും എൻ്റെ വാപ്പ പറയാറുണ്ട്. നട്ടുച്ചക്ക് കുളിക്കരുത്. അവ കിതാബ് നോക്കുമ്പോൾ തുഹ്ബയിൽ വലാ നിസ്ഫൻ നഹാർ, നട്ടുച്ച സമയത്തും കുളിക്കരുത് എന്ന് കിതാബുൽ ഗുസ്ലിൽ അതിൻ്റെ ആദാബ് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ മനുഷ്യന്മാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, അതിലെല്ലാം വലിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സർവ്വധർമ്മണം നടത്തിയാൽ, ഒന്ന് ചിക്കിക്കുത്തി അന്വേഷിച്ച് പരിശോധിച്ച് നോക്കിയാൽ അത് പ്രമാണങ്ങളിലും കിതാബുകളിലും കാണും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ദസമും അതിൻ്റെ കൊഴുപ്പുകളൊക്കെ ഇങ്ങനെ പെരങ്ങിയിട്ട് അതിങ്ങനെ എന്തായി കഴുകാതെ ഉണങ്ങിയാൽ അതിൻ്റെ പേരിൽ ഭ്രാന്ത് പോലെയുള്ള മാനസിക അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വഫീ റിവായത്തിൻ യൻഫിൽ ഫഖറ ഖബല ത്വആമി വബഅദഹു എന്ന്. വലിഅന്നൽ യദ ലാ തഖ്ലു അൻ ലൗതിൻ ഫീ തആത്തിൽ അഅമാലി, കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത നിലക്ക് പലതിലും ചിലപ്പോൾ നമ്മൾ അശ്രദ്ധമായിട്ട് തന്നെ നമ്മളെ കൈ പല തലങ്ങളിലും ഇങ്ങനെ പോകും. ഫഗസ്ലുഹാ അഖ്റബു ഇലൻ നളാവതി വന്നസാഹ, അപ്പോൾ വൃത്തിയിലും വെടുപ്പിലും ആ കൈ കഴുകുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ആശ്വാസകരമാണ്. വലിയ അന്നൽ അഖ്ല ലിഖസ്ദിൽ ഇസ്തിആനതി അലദ്ദീൻ, നേരത്തെ പറഞ്ഞതുപോലെ ദീനിന് സഹായകമാകാൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അത് ഇബാദത്താണ് എനിക്ക് പറഞ്ഞാൽ. ഫഹുവ ജദീറുൻ ബി അൻ യുഖദ്ദിമ അലൈഹി മാ യജ്രി മിൻഹു മജ്റ തഹാറത്തി മിന സ്വലാ, നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനു വേണ്ടി ഒരു തഹാറത്ത് ഉണ്ടല്ലോ, അതിനോട് സമാനമായ അതിനോട് സാദൃശ്യമായ ഒരു തഹാറത്ത് വരുത്തൽ ഈ ദീനാകുന്ന
ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പും ആവശ്യമാണ്. അപ്പോൾ ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം? കൈ കഴുകണം. അതേത് ഭക്ഷണമായിരുന്നാലും കൈ കഴുകൽ നമ്മൾ നിർബന്ധമാക്കണം. ചിലപ്പോൾ അത് ലേശം അങ്ങോട്ട് പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി, ഇവിടെയൊന്നും വെള്ളമില്ല, കുറേ അങ്ങോട്ട് പോകണം, എന്നാലും അത് സാരമില്ല. അന്നേരം നമ്മൾ ന്യായം ഉണ്ടാക്കും. ഒന്നുമില്ലല്ലോ കൈമൽ, ഇപ്പയല്ലേ നിക്കരിച്ചിരിക്കും പോകുന്നത് എന്നല്ലേ. അതിനിടയിൽ ആരും കൈ കൊടുത്തിട്ടുണ്ടാവും. കൈ പിടിക്കുന്ന ആളുകളൊക്കെ രോഗമുള്ള ആളെന്ന് ഞാൻ പറഞ്ഞാൽ അർത്ഥമില്ല, പക്ഷെ ശ്രദ്ധിക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊറോണ കാലത്തൊക്കെ മുസാഫഹത്തില്ല, എല്ലാവരും കയ്യുറയിടുന്നു, മാസ്ക് ധരിക്കുന്നു. അതൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ. അതുകൊണ്ട് ആരാണ് സ്കെച്ചിൽ വന്നത് ശരിയാണ്, സ്കെച്ചിക്കുന്നതിന് മുമ്പ് ഉതകൊടുത്തിട്ടുണ്ട്, ഉതകൊടുക്കും 3 പ്രാവശ്യം മുൻകൈ കഴുകിയിട്ടുണ്ട്, അതിൻ്റെ പുറമെ പിന്നെയും കൈ കഴുകിയിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മളറിയാതെ എന്തായിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോൾ പല ആളുകൾ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയാലും ആ ന്യായങ്ങളൊന്നും പറയാതെ നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകണം. മൂന്നാമത്തത് അൽ തആമു അല സുഫറത്തിൽ മൗദൂഅതി അലൽ അർളി ഫഹുവ അഖ്റബു ഇലാ ഫിഅലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ റഫ്ഇഹി അലൽ മാഇദ. ഇത് ഇന്ന് നമ്മുടെ നാടുകളിൽ പലപ്പോഴും 99% ഇല്ലാത്ത ഒരു മര്യാദയാണ്. അതായത് ഭക്ഷണം താമ് സുപ്രയിൽ വെക്കുക, നിലത്ത് വിരിച്ചിട്ട്. പണ്ടെല്ലാം പറയാം സുപ്രയിടല്ലേ എന്നല്ല പറയാ. അറബികളുടെ മജ്‌ലിസുകളൊക്കെ പോയി നോക്കിയാൽ അവരുടെ ഭക്ഷണമൊക്കെ നിലത്ത് വെച്ചിട്ടാണ്. വളരെ സൗകര്യമാണത്, ആശ്വാസത്തോടെ ഭക്ഷണം കഴിക്കാൻ കഴിയും. അത് നമ്മൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക, പല ആദത്തുകളും മാറ്റിയെടുത്തതുപോലെ മെല്ലെ മെല്ലെ അതും എന്ത് ചെയ്യുക, മാറ്റുക. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും തുണി നിലത്ത് വിരിച്ചിട്ട് എന്ത് ചെയ്യുക, നിലത്ത് തന്നെ ശരിക്കും ഫ്ലോറിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവൃത്തിയിലേക്ക് അടുത്തത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉദിയ ബിതആമിൻ വളഅഹു അലൽ അർള്, ഭക്ഷണം കൊണ്ടുവന്നാൽ ഭൂമിയിൽ വെക്കും. ഫഹാദാ അഖ്റബു ഇല തവാദുഇ. മാത്രമല്ല മണ്ണ് ഭൂമി എന്നൊക്കെ പറയുന്നത് ഒരു താഴ്മയുള്ള സാധനമാണ് അല്ലേ. അത് നമ്മളെല്ലാം ചവിട്ടുകയല്ലേ, തീ പോലല്ല. തീ ഇങ്ങനെ മേലോട്ട് 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 അല്ലേ, അതല്ല കിബിർ, മറ്റേ ശൈത്താൻ്റെ കിബിർ. ഭൂമി എപ്പോഴും തവാദുഇൻ്റെ, താഴ്മയുടെ ഒരു സീമയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഫൈലം യകുൻ ഫഅല സുബ്രതി ഫഇന്നഹാ തുദക്കിറു സഫറ. വെറും നിലത്ത് ഭക്ഷണം വെക്കുന്ന സാധനം മാത്രം മറവെച്ചുകൊണ്ട് വെക്കുന്ന അല്ലെങ്കിൽ സുബ്ര എന്ന് പറയുന്ന പ്രത്യേകമായ സംവിധാനിച്ച സാധനം, അത് യാത്രയെ ഓർമ്മിപ്പിക്കുന്നതാണ്. യാത്രയിലൊക്കെ കൊണ്ടുപോകുന്ന സാധനം സുഫറ. വയതദക്കറു മിനസ് സഫരി സഫറൽ ആഖിറ. യാത്രയിൽ നിന്ന് ആഖിറത്തിൻ്റെ യാത്ര, അവസാനത്തെ യാത്രയിലേക്ക് സൂചന നൽകുകയും അതിനെ ഓർമ്മ വരികയും ചെയ്യും. അങ്ങനെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ തഖ്വയാകുന്ന സാദ് അവനിക്ക് ആവശ്യമാണെന്നതിലേക്ക് അവന് ഓർമ്മ വരും. വഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കിതാബിൽ റഹ്മത്തുള്ളാഹി എന്നാ ഉള്ളത്, റഹിമഹുല്ലാ എന്നാ ഉള്ളത്. അതെങ്ങനെയോ അച്ചടി പെശകോ. ഓട് ഉറങ്ങല്ല. ഖാല അനസ് ഇബ്നു മാലിക് റഹിമഹുല്ല. ഞാനവിടെ ഇത് വക്കീൽ റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയിട്ട് നന്നാക്കിയിട്ടുണ്ട്. കാരണം ഗദ്ദാലി ഇമാം ഒരിക്കലും സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിന് റഹ്മത്തുള്ളാഹി അലൈഹി പറയില്ല. ഓരോന്നിനും ഓരോരോ കാറ്റഗറി ഉണ്ട്. സഹാബികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരിക്കൽ റഹ്മത്ത് വേണ്ടാന്ന് നിനക്കല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി ടോപ്പായിരിക്കണം. എല്ലാവരുടെയും സ്വീകരണം ഒരുപോലെയാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരേ കാറ്റഗറിയിലാണോ നമ്മൾ കാണുക? അല്ലല്ലോ. അപ്പോൾ
അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അലൈഹിസ്സലാം, അമ്പിയാക്കളെ അലൈഹിസ്സലാം എന്ന് തന്നെ പറയണം. അത് അമ്പിയാക്കൾക്ക് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളത് ഒരു ചർച്ചയാണ്. സഹീഹുൽ ബുഖാരിയിൽ ഫാത്തിമത്തു അലൈഹസ്സലാം എന്ന് കാണുന്നുണ്ട്, അതുപോലെ മറിയം അലൈഹസ്സലാം എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയും അമ്പിയാക്കളല്ലാത്ത മഹത്തുക്കൾ, വലിയ ഖുർആനിലൊക്കെ പറഞ്ഞ മഹത്തുക്കൾ, അവർക്ക് വേണ്ടിയും അങ്ങനെ പറയാമെന്ന ഒരു സൂചന അതിൽ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അമ്പിയാക്കളെ സംബന്ധിച്ച് ഖാല ഇബ്രാഹിം, ഖാലൽ ഖലീലു ഇബ്രാഹിം അലൈഹിസ്സലാം റഹ്മത്തുള്ളാഹി എന്ന് പറ്റുമോ? അത് വളരെ ചീപ്പായി പോവും, അപമര്യാദയായി പോവും. ഒരു അഖിലേന്ത്യാ നേതാവ്, അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ, ഒരു സദസ്സിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ നേതാവ് തന്നെ ചിലപ്പോൾ എന്തായിരിക്കും, ബർക്കത്തിന് ആ മഹല്ലത്തിലെ പള്ളിയുടെ പ്രസിഡൻറ്റും ആയിരിക്കും, കമ്മിറ്റിയിൽ. ഒരു ഉദാഹരണം പറയാം, നമ്മളെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എന്നാണോ ഒരു പൊതുജനത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തുക? അത് അഖിലേന്ത്യയാണ്, സംസ്ഥാന തലത്തിലും നേതാവാണ്. അങ്ങനെ പല രംഗത്തും നേതാവാണെങ്കിൽ അതിൽ വെച്ച് ഏറ്റവും ടോപ്പായതല്ലേ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയാം അല്ലേ? അങ്ങനല്ല വേണ്ടത്, അഖിലേന്ത്യ പറയണം അവിടെ. എന്ന പോലെ റഹ്മത്തും അതുപോലെ തന്നെ റിദ്വാനൊക്കെ അമ്പിയാക്കൾക്ക് ഓക്കെയാണ്, പക്ഷേ അത് പോരാ. അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ത് പറയണം? അലൈഹിസ്സലാം എന്ന് തന്നെ പറയണം. സഹാബികളെ സംബന്ധിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് തന്നെ പറയണം. റളിയല്ലാഹു അൻഹു എന്ന് സഹാബികളെ സംബന്ധിച്ച് മാത്രമേ പറയാൻ പറ്റൂ, അല്ലെ മറ്റുള്ളവർക്കും പറയാമോ? അത് മറ്റൊരു ചർച്ചയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ അദ്കാറിൽ ആ വിഷയം ചർച്ച ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ മുഅ്തമദ് അനുസരിച്ച് അല്ലാത്തവർക്കും റളിയല്ലാഹു അൻഹു എന്ന് പറയാം. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഏത് സഹാബിയെ സംബന്ധിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് തന്നെയാകണം പറയുന്നത്, അതിൽ കുറഞ്ഞത് പറ്റൂല. ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ച് കൊണ്ടാണ് ഓരോരുത്തരും സംബോധന ചെയ്യേണ്ടതും അവർക്ക് വേണ്ടി നമ്മൾ പറയുന്ന ഔദ്യോഗികമായ വാചകങ്ങൾ ഉച്ചരിക്കേണ്ടതും എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ ഇതെങ്ങനെയോ സംഭവിച്ചു പോകാനാ സാധ്യത. ഏതോ ആട്ടെ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാദിമുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലത്തോളം ഖിദ്മത്ത് ചെയ്ത ഭാഗ്യവാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ അകല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഖവാഖിവാനിൻ വലാ ഫീ സുഖുർജത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡൈനിങ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. വലാ ഫീ സുഖുർജത്തിൻ, അതുപോലെ പ്ലേറ്റ് പോലുള്ള സാധനം, ഭക്ഷണപാത്രം, അതിലും കഴിച്ചിട്ടില്ല. ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, അലാ മാദാ കുന്തും തഅകുലൂൻ, അനസേ എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്? ഖാല അല സുബ്ര, നിലത്ത് വെച്ചിട്ട് ഒരു സുബ്ര എന്ന് പറയുന്ന സാധനമുണ്ട്, അതിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്. വഖീല, ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, അർബഉൻ ഉഹ്ദിതത് ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 4 സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ ശേഷം പുതുക്കി ഉണ്ടാക്കപ്പെട്ട പുതിയ സംഗതികളാണ്. അത് എണ്ണി പറഞ്ഞപ്പോൾ നിർത്തും. അൽ മവായിദു, ഒന്ന് ഈ പറഞ്ഞ ഈ ഡൈനിങ് ടേബിൾ പോലത്തെ സംവിധാനം. വൽ മനാഖിലു, മറ്റൊന്ന് അരിപ്പ. നമ്മളിപ്പോൾ ഗോതമ്പൊക്കെ പൊടിപ്പിച്ച അരിച്ചിട്ട് അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വളരെ നേർമമായ സോഫ്റ്റായ പൊടി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊക്കെ റൊട്ടി ചുട്ടത്. യവത്തിൻ്റെയൊക്കെ കട്ടിയുള്ള തോലൊക്കെ അതിലിട്ട് കൊണ്ടാണ്. അരിപ്പപാത്രം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സ്വഹാബികൾ പലരും പറയുന്നുണ്ട്. വൽ ഉസ്നാൻ, അതുപോലെ കൈ കഴുകുന്ന ചില പ്രത്യേകമായ അതിൻ്റെ സാധനങ്ങൾ, നമ്മളത്തെ വാകപ്പൊടി, അതുപോലത്തെ ചില പൊടികളും
ഇന്ന് ഉപയോഗിക്കുന്ന സോപ്പ്, ഹാൻഡ് വാഷ്, അത് വശിബു, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക. 4 സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ശേഷം ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കടുത്ത ഹറാമാണെന്നൊന്നും ഈ പറഞ്ഞാൽ അർത്ഥമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ ഇത്തരത്തിലുള്ള സംഗതികളുടെ നിജസ്ഥിതി എന്താണ്, അതിന് ഇസ്ലാമിൻ്റെ അയിമ്മത്തുകളും ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരും പണ്ഡിത ലോകവും താബിയുകളും സഹാബത്ത് തന്നെയും എന്താണ് അതിനോട് സമീപിച്ചത് എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. റസൂലുള്ളാഹിന്റെ കാലശേഷം ഉണ്ടായത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് തീരെ പാടില്ലെന്നോ ഹറാമാണെന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല. അതിനെ സംബന്ധിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു തന്നെ താഴെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം. അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് നല്ല കാര്യങ്ങൾ ധാരാളം അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാവട്ടെ.